നേർവീഥി നേർവീഥി നേർവീഥി. ഇവാഞ്ചലിസ്റ്റ് കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. യെഹെസ്കേൽ പ്രവചനം 1-ാം അധ്യായം. ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാൽ. 30-ാം ആണ്ട് 4-ാം മാസം 5-ാം തീയതി ഞാൻ കെബാർ നദീതീരത്ത് പ്രവാസികളുടെ ഇടയിൽ ഇരിക്കുമ്പോൾ സ്വർഗം തുറന്നു. ഞാൻ ദീപദർശനങ്ങളെ കണ്ടു. യെഹോയാക്കീൻ രാജാവിന്റെ പ്രവാസത്തിന്റെ 5-ാം ആണ്ടിൽ മേൽപ്പറഞ്ഞ മാസം 5-ാം തീയതി തന്നെ കൽദേ ദേശത്ത് കെബാർ നദീതീരത്ത് വെച്ച് ബൂസിയുടെ മകൻ യെഹെസ്കേൽ പുരോഹിതന് യഹോവയുടെ അരുളപ്പാട് ഉണ്ടായി. അവിടെ യഹോവയുടെ കൈയും അവന്റെ മേൽ വന്നു. ഞാൻ നോക്കിയപ്പോൾ വടക്കുനിന്ന് ഒരു കൊടുങ്കാറ്റും വലിയൊരു മേഘവും പാളിക്കത്തുന്ന തീയും വരുന്നത് കണ്ടു. അതിന്റെ ചുറ്റുമൊരു പ്രകാശവും അതിന്റെ നടുവിൽ നിന്ന്, തീയുടെ നടുവിൽ നിന്ന് തന്നെ ശുക്ല സ്വർണം പോലെ ഒരു കാഴ്ചയും ഉണ്ടായിരുന്നു. അതിന്റെ നടുവിൽ 4 ജീവികളുടെ സാദൃശ്യം കണ്ടു. അവയുടെ രൂപമോ അവയ്ക്ക് മനുഷ്യ സാദൃശ്യമുണ്ടായിരുന്നു. ഓരോന്നിനും 4 മുഖവും 4 ചിറകും ഉണ്ടായിരുന്നു. അവയുടെ കാൽ ചൊവ്വുള്ളതും കാലടി കാളക്കിടാവിന്റെ കുളമ്പ് പോലെയും ആയിരുന്നു. മിനുക്കിയ താമ്രം പോലെ അവ മിന്നിക്കൊണ്ടിരുന്നു. അവയ്ക്ക് 4 ഭാഗത്തും ചിറകിന്റെ കീഴായി മനുഷ്യക്കൈ ഉണ്ടായിരുന്നു. 4നും മുഖങ്ങളും ചിറകുകളും ഇങ്ങനെയായിരുന്നു. അവയുടെ ചിറകുകൾ ഒന്നോടൊന്ന് തൊട്ടിരുന്നു. പോകുമ്പോൾ അവ തിരിയാതെ ഓരോന്നും നേരെ മുന്നോട്ടു പോകും. അവയുടെ മുഖരൂപമോ അവയ്ക്ക് മനുഷ്യമുഖം ഉണ്ടായിരുന്നു. 4നും വലതുഭാഗത്ത് സിംഹമുഖവും ഇടതുഭാഗത്ത് കാളമുഖവും ഉണ്ടായിരുന്നു. 4നും കഴുകുമുഖവും ഉണ്ടായിരുന്നു. ഇങ്ങനെയായിരുന്നു അവയുടെ മുഖങ്ങൾ. അവയുടെ ചിറകുകൾ മേൽഭാഗം വിടർന്നിരുന്നു. ഈ 2 ചിറക് തമ്മിൽ തൊട്ടും ഈ 2 ചിറക് കൊണ്ട് ശരീരം മറച്ചുവരുന്നു. അവ ഓരോന്നും നേരെ മുന്നോട്ടു പോകും. പോകുമ്പോൾ അവ തിരിയാതെ ആത്മാവിന് പോകേണ്ട ഇടത്തേക്ക് തന്നെ പോകും. ജീവികളുടെ നടുവിൽ കത്തിക്കൊണ്ടിരിക്കുന്ന തീക്കനൽ പോലെയും പന്തങ്ങൾ പോലെയും ഒരു കാഴ്ചയുണ്ടായിരുന്നു. അത് ജീവികളുടെ ഇടയിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്നു. ആ തീ തേജസ്സുള്ളതായിരുന്നു. തീയിൽ നിന്ന് മിന്നൽ പുറപ്പെട്ടുകൊണ്ടിരുന്നു. ജീവികൾ മിന്നൽ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരുന്നു. ഞാൻ ജീവികളെ നോക്കിയപ്പോൾ നിലത്ത് ജീവികളുടെ അരികെ 4 മുഖത്തിനും നേരെ ഓരോ ചക്രം കണ്ടു. ചക്രങ്ങളുടെ കാഴ്ചയും പണിയും പുഷ്പരാഗത്തിന്റെ കാഴ്ച പോലെയായിരുന്നു. അവയ്ക്ക് 4നും ഒരേ ഭാഷ തന്നെയായിരുന്നു. അവയുടെ കാഴ്ചയും പണിയും ചക്രത്തിൽ കൂടി മറ്റൊരു ചക്രം ഉള്ളതുപോലെ ആയിരുന്നു. അവയ്ക്ക് 4 ഭാഗത്തേക്കും പോകാം, തിരിവാൻ ആവശ്യമില്ല. അവയുടെ വട്ട് പൊക്കമേറിയതും ഭയങ്കരവുമായിരുന്നു. 4ന്റെയും വട്ടുകൾക്ക് ചുറ്റും അടുത്തടുത്ത് കണ്ണുണ്ടായിരുന്നു. ജീവികൾ പോകുമ്പോൾ ചക്രങ്ങളും ചേർന്ന് തന്നെ പോകും. ജീവികൾ ഭൂമിയിൽ നിന്ന് പൊങ്ങുമ്പോൾ ചക്രങ്ങളും പൊങ്ങും. ആത്മാവിന് പോകേണ്ട ഇടത്തൊക്കെയും അവ പോകും. ജീവികളുടെ ആത്മാവ് ചക്രങ്ങളിലായിരുന്നതുകൊണ്ട് ചക്രങ്ങൾ അവയോടുകൂടെ പൊങ്ങും. ജീവികളുടെ ആത്മാവ് ചക്രങ്ങളിൽ ആയിരുന്നതുകൊണ്ട് അവ പോകുമ്പോൾ അവയും പോകും. അവ നിൽക്കുമ്പോൾ അവയും നിൽക്കും. അവ ഭൂമിയിൽ നിന്ന് പൊങ്ങുമ്പോൾ ചക്രങ്ങളും അവയോടുകൂടെ പൊങ്ങും. ജീവികളുടെ തലയ്ക്കുമീതെ ഭയങ്കരമായൊരു പളുങ്ക് പോലെയുള്ള വിധാനത്തിന്റെ രൂപമുണ്ടായിരുന്നു. അവയുടെ തലയ്ക്കുമീതെ വിരിഞ്ഞിരുന്നു. വിധാനത്തിന്റെ കീഴെ അവയുടെ ചിറകുകൾക്ക് നേരെ വിടർന്നിരുന്നു. അതാതിന്റെ ശരീരത്തെ ഈ ഭാഗവും ആ ഭാഗവും മൂടുവാൻ ഓരോന്നിനും ഈ 2 ഉണ്ടായിരുന്നു. അവ പോകുമ്പോൾ ചിറകുകളുടെ ഇരച്ചിൽ വലിയ വെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും സർവശക്തന്റെ നാദം പോലെയും ഒരു സൈന്യത്തിന്റെ ആരവം പോലെയുമുള്ള മുഴക്കമായി ഞാൻ കേട്ടു. നിൽക്കുമ്പോൾ അവ ചിറക് താഴ്ത്തു. അവയുടെ തലയ്ക്കുമീതെ ഉള്ള വിധാനത്തിൽ നിന്നൊരു നാദം പുറപ്പെട്ട് നിൽക്കുമ്പോൾ അവ ചിറക് താഴ്ത്തും. അവയുടെ തലയ്ക്കുമീതെ ഉള്ള വിധാനത്തിനു മീതെ നീലക്കല്ലിന്റെ കാഴ്ച പോലെ സിംഹാസനത്തിന്റെ രൂപവും സിംഹാസനത്തിന്റെ രൂപത്തിന്മേൽ അതിനു മീതെ മനുഷ്യ സാദൃശ്യത്തിലൊരു രൂപവും ഉണ്ടായിരുന്നു. അവന്റെ അരമുതൽ മേലോട്ട് അതിനകത്ത് ചുറ്റും തീ കൊത്ത ശുക്ല സ്വർണം പോലെ ഞാൻ കണ്ടു. അവന്റെ അരമുതൽ കീഴോട്ട് തീ പോലെ ഞാൻ കണ്ടു. അതിന്റെ ചുറ്റും പ്രകാശവും ഉണ്ടായിരുന്നു. അതിന്റെ ചുറ്റുമുള്ള പ്രകാശം മഴയുള്ള ദിവസത്തിൽ മേഘത്തിൽ കാണുന്ന വില്ലിന്റെ കാഴ്ച പോലെയായിരുന്നു. യഹോവയുടെ മഹത്വത്തിന്റെ പ്രത്യക്ഷത ഇങ്ങനെയായിരുന്നു. കണ്ടത് അത് കണ്ടിട്ട് ഞാൻ കവിണ്ണു വീണ് സംസാരിക്കുന്ന ഒരുത്തന്റെ ശബ്ദവും ഞാൻ
കേട്ടു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് പഴയ നിയമത്തിലെ 26-ാമത്തെ പുസ്തകമായ യെഹെസ്കേൽ പ്രവചനം നാം പഠിക്കാൻ പോവുകയാണ്. യെഹെസ്കേൽ എന്ന വാക്കിന്റെ അർത്ഥം ദൈവം ബലപ്പെടുത്തും എന്നാണ്. ബൂസി എന്ന പുരോഹിതന്റെ പുത്രനായിരുന്നു യെഹെസ്കേൽ. അദ്ദേഹത്തെയും യെഹെസ്കേൽ പുരോഹിതൻ എന്ന് വിളിച്ചിരുന്നു. യെരുശലേമായിരുന്നു സ്വദേശം. യെരുശലേം നാശത്തിന് 11 വർഷം മുമ്പ് യെഹോയാക്കീൻ രാജാവിനോടൊപ്പം ഇദ്ദേഹം പ്രവാസത്തിലേക്ക് പോയതായി രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 24-ാം അധ്യായത്തിലുണ്ട്. ദൈവജനം ബാബേലിലെ കെബാർ നദീ തീരങ്ങളിലാണ് പാർത്തത്. ആ കെബാർ നദീ തീരത്ത് പാർക്കുമ്പോൾ യെഹെസ്കേലിന് അരുളപ്പാടുണ്ടായതായിട്ട് 1-3 നാം വായിക്കുന്നു. അത് യെഹോയാക്കീന്റെ 5-ാം ആണ്ട്, അതായത് BC 592 ഇദ്ദേഹത്തിന് ബാബേലിൽ വീടുണ്ടായിരുന്ന കാര്യം 3-ാം അധ്യായത്തിന്റെ 24-ാം വാക്യത്തിൽ 8-ന്റെ 1-ലുമൊക്കെയുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യ അപ്രതീക്ഷിതമായി മരിച്ച കാര്യം 24-ാം അധ്യായത്തിൽ ഉണ്ട്. ദൈവജനം അദ്ദേഹത്തെ വളരെ ബഹുമാനിച്ച് അരുളപ്പാട് ചോദിച്ചിരുന്ന കാര്യം 8-ലും 11-ലും 14-ലും 20-ലും ഒക്കെ കാണാം. 22 വർഷം അദ്ദേഹം ശുശ്രൂഷ ചെയ്തതിന്റെ തെളിവുകളുണ്ട്. കാരണം പ്രവാസത്തിന്റെ 27-ാം വർഷത്തെക്കുറിച്ച് 29-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. ദാനിയേൽ പ്രവാചകനെ ഇദ്ദേഹം അറിഞ്ഞിരുന്നതായി 14-ാം അധ്യായത്തിലും 20-ാം അധ്യായത്തിലും ഒക്കെ കാണാൻ കഴിയും. ഇദ്ദേഹത്തിന്റെ വിളിയും നിയമനവും ആണ് ആദ്യത്തെ 3 അധ്യായങ്ങളിൽ. 4 മുതൽ 7 വരെ അധ്യായങ്ങളിൽ നാശത്തിന്റെ ചിത്രീകരണമാണ്. തുടർന്ന് യെരുശലേമിന്റെ ആ വീഴ്ചയുടെ കാര്യവും അവസാനം വിടുതലിന്റെ കാര്യവും ഒക്കെ ആണ് പ്രവചിച്ചിരിക്കുന്നത്. കെബാർ നദീതീരത്ത് വെച്ച് യെഹെസ്കേലിന് അരുളപ്പാട് ലഭിച്ച സംഭവങ്ങൾ 1-ാം അധ്യായത്തിലും 3-ാം അധ്യായത്തിലും 10-ാം അധ്യായത്തിലും 43-ാം അധ്യായങ്ങളിലും കാണാം. 30-ാം ആണ്ട് 4-ാം മാസം 5-ാം തീയതി അത് ബാബേലിലെ വർഷമാണ്. 1-ാം അധ്യായത്തിലെ ദർശനം യഹോവയുടെ മഹത്വത്തിന്റെ പ്രത്യക്ഷതയായിരുന്നെന്ന് അതിന്റെ അവസാന വാക്യത്തിലുണ്ട്. 4-ാം വാക്യത്തിൽ വടക്ക് നിന്നും കൊടുങ്കാറ്റും മേഘവും തീയുമാണ് ആദ്യം കണ്ടത്. ഉത്തരദിക്കലാണ് ദൈവസിംഹാസനം എന്ന് യെശയ്യാവ് 14-ൽ ഉണ്ടല്ലോ. ദൈവം മോശയ്ക്കും ഏലിയാവിനും പ്രത്യക്ഷപ്പെട്ടപ്പോൾ കൊടുങ്കാറ്റും മേഘവും തീയും ദൃശ്യമായിരുന്നു. മധ്യേ മഹാ തേജസ്. ആ തേജസ്സിന് ചുറ്റും മനുഷ്യ, സിംഹ, കാള, കഴുക് മുഖങ്ങളോടെ 4 ജീവികൾ ഉണ്ടായിരുന്നു. അവ മിന്നുന്നവയായിരുന്നു. പുറപ്പാട് 19-ലെ ദൈവ ദർശനത്തിലും നമുക്ക് മിന്നൽ കാണാൻ കഴിയും. 11-ാം വാക്യം വെളിപ്പാട് പുസ്തകത്തിലും, അതായത് ദൈവസിംഹാസനത്തിന് മുൻപിൽ നമുക്ക് 4 ജീവികളെ കാണാൻ കഴിയും. അവയുടെ ചിറകുകൾ കൊണ്ടവ പറക്കുകയും ദേഹം മറയ്ക്കുകയും ചെയ്തിരുന്നു. യെശയ്യാ 6-ലെ ദർശനത്തിലും സാറാഫുകൾ ചിറകുകൾ കൊണ്ട് മുഖവും പാദവും മറച്ചതായിട്ട് കാണാം. 13-ാമത്തെ വാക്യത്തിൽ ജീവികളുടെ നടുവിൽ സഞ്ചരിക്കുന്ന തീപ്പന്തം കാണുന്നുണ്ട്. ഉൽപ്പത്തി 15-ൽ അബ്രഹാം യാഗം ഒരുക്കി കഴിഞ്ഞപ്പോൾ യാഗങ്ങളുടെ നടുവിലൂടെ തീപ്പന്തം പോയതായിട്ട് എഴുതിയിട്ടുണ്ട്. 24-ാം വാക്യത്തിൽ പെരുവെള്ളത്തിന്റെയും സർവശക്തന്റെ നാദത്തിന്റെയും സൈന്യത്തിന്റെ ആരവത്തിന്റെയും ഒക്കെ ശബ്ദം കേൾക്കാം. വെളിപ്പാട് പുസ്തകത്തിലും യോഹന്നാൻ പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയുള്ള ശബ്ദമാണ് ദൈവത്തിൻ്റെത് എന്ന് കേട്ടതായി എഴുതിയിട്ടുണ്ട്. അതുപോലെ നീലക്കല്ലിന്റെ കാഴ്ച യെഹെസ്കേൽ കണ്ടു. മോശയും സീനായ് മലയിൽ നീലക്കല്ലിന്റെ കാഴ്ച കണ്ടതായിട്ട് എഴുതിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവം ഇസ്രയേലിനെ ശിക്ഷിച്ചാണ് ഇസ്രയേലിൽ നിന്ന് പ്രവാസത്തിലേക്ക് അയച്ചത് എന്നുള്ളത് സത്യമാണെങ്കിലും ദൈവം അവരെ തേടി ചെല്ലുകയാണ്. ഏദൻ തോട്ടത്തിൽ മനുഷ്യൻ പാപം ചെയ്തു. മനുഷ്യനെ തേടി ദൈവം വരികയാണ്. ദൈവം മനുഷ്യനെ ഏദൻ തോട്ടത്തിന് പുറത്താക്കി. പക്ഷെ അവിടെയും ദൈവം, അതായത് ആദാമിന്റെ അടുക്കലും ഹാബേലിന്റെയും ഹാനോക്കിന്റെയും നോഹയുടെയും അബ്രഹാമിന്റെയും ഒക്കെ അടുക്കൽ ദൈവം ഇറങ്ങി വരികയാണ്. അതാണ് ദൈവത്തിന്റെ സ്നേഹം. പ്രിയപ്പെട്ടവരെ, ഇസ്രായേലിനെ ഉപേക്ഷിച്ചെങ്കിലും അവരെ കൈവിടാതെ പിന്നെയും ദർശനം നൽകി, പിന്നെയും അരുളപ്പാട് നൽകി അവരെ മടക്കി വരുത്തുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവത്തെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നമ്മുടെ കർത്താവ് പറഞ്ഞു, കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. നമ്മെ രക്ഷിക്കാൻ ഭൂമിയിൽ വന്ന് നമ്മുടെ നരകശിക്ഷയെ തീർച്ച് ജീവിക്കുന്ന കർത്താവ് ഇന്നും ആളുകളെ തേടുന്നു, വിളിക്കുന്നു. കർത്താവിനെ കൈക്കൊള്ളാൻ നമുക്ക് ഭാഗ്യമുണ്ടായി. അല്ലാത്ത ആളുകൾ കർത്താവിനെ അറിയേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.